ഹേ ദിൻഫൽസ് അപ്പോൾ ഡയറക്ടറിൻ്റെ ചാനലിൽ തോന്നുന്ന ഒരു സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3 പറ്റിയാണ്. സിനിമ അങ്ങനെ ബുക്ക് മഷൂല് കത്തി കയറുകയാണല്ലോ. മിക്കവാറും 100 കോടിയൊക്കെ ഇപ്പം തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ദൃശ്യം 3 കാണേണ്ടവരാണ് എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സ്പോയിലേഴ്സ് ഒന്നും പറയാണ്ടിരിക്കുക. എൻ്റെ റിവ്യൂ ഉടനെ തന്നെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ദൃശ്യം 3 നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ തന്നെ അങ്ങനെ കത്തിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചാക്കോച്ചൻ്റെ ഉന്മാദം എന്ന അടുത്തൊരു വ്യത്യസ്തമായ ചിത്രത്തിൻ്റെ ടീസർ ഇന്നേ ദിവസം വരുന്നതായിരിക്കും. കൃത്യമായിട്ടുള്ള ടൈമൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ഉന്മാദം ടീസർ എന്ന വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മോളു ടൈംസ് എന്ന നസ്ലിൻ ചിത്രത്തിനെ പറ്റിയൊരു അപ്ഡേറ്റ് ഉണ്ട്. സിനിമയുടെ ടീസർ അങ്ങനെ വരികയാണ്. ഈ വരുന്ന 24-ാം തീയതി നമ്മുടെ ലുലു മാൾ കൊച്ചിയിൽ വെച്ച് സിനിമയുടെ ടീസർ ലോഞ്ച് നടക്കുന്നതായിരിക്കും 6:30. അതിനുശേഷം മേ ബി ആ ടൈമിൽ അല്ലെങ്കിൽ ഒരു 7 മണി ടൈമിലൂടെ നമ്മുടെ ഓൺലൈൻ വഴി സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത നമ്മുടെ മറ്റേ ഡാർക്ക് ഷെയ്ഡുള്ള യൂണിവേഴ്സിനെ പറ്റിയാണ്. നമ്മുടെ NTR നീൽ ചിത്രമായ ഡ്രാഗൺ, പിന്നെ KGF, സലാർ, ഈ 3 ട്രിയോളജി പടത്തിനോട് നിർത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡാർക്ക് മൂഡ് പരിപാടികളൊക്കെ എന്ന് അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ സലാർ 2-നും KGF 3-നൊക്കെ ഈ സെയിം കളർ ടൂൺ തന്നെ ആയിരിക്കും. ഇതല്ലാണ്ട് വേറൊരു പ്രത്യേക സിനിമകൾ ഇറങ്ങുമ്പോൾ വേറെ കളർ ടൂണായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും NTR ചിത്രം ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഡ്രാഗൺ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ സലാറിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മേ ബി KGF 3 ഒക്കെ വന്നേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശാന്ത് നീൽ ഈ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇതുള്ള OTT വാർത്തകളും സിനിമ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.